മാഷ ആൻഡ് ദ ബിയർ തീം കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഓർത്തത്. അപ്പോൾ ഇതുപോലെ ഫോട്ടോ പ്രിൻ്റ് കേക്കാണ്. ഇതുപോലെ ഒരു ഷുഗർ ഷീറ്റിൽ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ ഞാൻ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഈ ഒരു A4 സൈസ് ഒരു ഷീറ്റിന് തന്നെ 30 dirhams ആണ്. മാക്സിമം ഇതിനകത്ത് ഒരുപാട് സ്പേസൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോരുത്തരും പ്രിൻ്റ് എടുക്കുക. പക്ഷെ അതൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ വളരെ എനിക്കങ്ങനെ വെച്ചിരുന്നിട്ട് പിന്നെ ഉടനെ തന്നെ ഒരു കേക്കൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മാഷ ആൻഡ് ദ ബിയർ കേക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സ് മാത്രമായിട്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ട് വന്നു. നല്ല ക്ലിയർ പിക്ചർ, നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു കോപ്പി കേക്ക് ഷോപ്പിൽ അയച്ചു കൊടുത്ത് അവർ പ്രിൻറ്റ് ചെയ്ത് തരും. ഇതുപോലെ ഇതിൻ്റെ മഷ്റൂമും അതുപോലെ ഇത് ബിയറാണ്. ഇത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ശരിക്കും ആ ക്യാരക്ടർ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഇളക്കിയെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, ചെറുതായിട്ട് നമ്മൾ സൂക്ഷിക്കാതെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ കാണിക്കാം. മാഷനെ അങ്ങനെ എടുത്തപ്പോൾ ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ചെയ്തതും പിന്നെ അല്ലാതെ ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് എടുത്തതും ഉണ്ട്. അത് എഡിബിളല്ല. ഈ നമ്മളുടെ ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്നത് എഡിബിളാണ്. കിറ്റ്കാറ്റ് വെച്ചിട്ട് ഔട്ട്ഡോർ ലെയറൊക്കെ ഇങ്ങനെ നല്ല ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ആ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് മാഷ ആൻഡ് ബിയറിൻ്റെ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോണ്ടൻ വർക്കിൽ കുറേ ഫ്ലവേഴ്സും പിന്നെ അതുപോലെ തന്നെ മഷ്റൂം ഡിസൈനും എല്ലാം ചെയ്തിട്ടുണ്ട്. കുറേ വർക്കുണ്ടായിരുന്നു ഇതിന്. എന്തായാലും നല്ലതായിട്ട് വന്നാൽ ഇതുപോലെ കാരമൽ ക്രഞ്ച് കൊണ്ട് ഒരു വേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു വീട്ടിൽ നിന്ന് ഉള്ള ഒരു വഴിയായിട്ട് അതങ്ങനെ ചെയ്ത് കിട്ടി. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ തീം കേക്കായിട്ട് നമുക്ക് ബർത്ത്ഡേസിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക്. ഇനിയും നല്ല ഫോട്ടോ പ്രിൻ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. അതൊരു ബൈ ഫ്രം J&J ഫുഡ്.